സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രജനീഷ് എന്ന് പറയുന്ന 38കാരൻ ഇനി അനുഭവിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. അവസാനം അവനോട് വിളിച്ചു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിന്റെ പട്ടടയിൽ വരെ മണ്ണിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിടാൻ വേണ്ടിയിട്ടോ മകനെ വിടത്തില്ല എന്ന് ആ രാക്ഷസി പറഞ്ഞപ്പോഴേ അവൻ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഞെട്ടിപ്പോയാർന്ന്. അതായത് 8 വർഷം മുമ്പ് ഒരു മണ്ണാങ്കട്ടി ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. പ്രണയ വിവാഹം തന്നെയാണ്. പ്രണയത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ അവളുടെ ചെലവും കാര്യങ്ങളും മുഴുവൻ എടുത്തതിന് ശേഷം അവൾ പഠിച്ച് പാസ്സാകുന്നു. അതിനുശേഷമാണ് അവളെ വിദേശത്ത് വിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് നല്ല ജോലി സാധ്യതയുണ്ട്, അത്യാവശ്യം സാലറി കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്. ആ പൈസയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കടം വീടേണ്ടതാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഭാര്യയെ അയാൾ വിദേശത്തേക്ക് അയച്ചത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നീ എന്തെങ്കിലും ചെയ്തിട്ട് പൈസയും കൊണ്ട് വാടി എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. അതായത് ഇവൻ തന്നെയാണ്, ഈ രജനീഷ് എന്ന് പറയുന്ന പയ്യൻ തന്നെയാണ് അവനെ പഠിപ്പിച്ചത്, അവളെ പഠിപ്പിച്ച് വലുതാക്കിയത്. അതിനുശേഷം അവളെ വിദേശത്ത് അയച്ചത് എല്ലാം ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ രജനീഷ് എന്ന് പറയുന്നവൻ അവൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ തന്നെയാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പൈതലിനെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ വിദേശത്തേക്ക് പോയിട്ട് അവിടെ പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടുകാരനെയും കൂട്ടി ചുറ്റി അടിക്കുമ്പോഴും രജനീഷ് എന്ന് പറയുന്നവൻ ആ പൈതലിനെ ഉള്ളം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് അതിനെ താലോലിച്ചുകൊണ്ട് ഒരു അല്ലലും ഇല്ലാതെ അതിനെ വളർത്തുകയായിരുന്നു. അങ്ങനെ വളർത്തിയ അവനെ കഴിഞ്ഞ ദിവസം വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മകനെ, അതായത് 8 വർഷമായിട്ട് വളർത്തിയ മകനെ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാർത്ത. അത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനോട് അവൻ്റെ ഭാര്യ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പട്ടടയിൽ ഒരു മണ്ണ് എറിയാൻ പോലും എൻ്റെ മകനെ വിട്ടു തരില്ല എന്നുള്ള വീറും വാശിയുമുള്ളവള്. അവളാണെങ്കിൽ വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയിക്കുന്നവള്. അതാണ് വിദേശങ്ങളിൽ പോയിട്ട് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവിടെ ജീവിക്കുന്നവളാണ് ഈ പറയുന്നത്, നിന്റെ പട്ടടയിൽ മണ്ണിടാൻ പോലും എൻ്റെ മകനെ അയക്കത്തില്ല എന്ന്. അവസാനം എന്ന് പറഞ്ഞാൽ അവൻ്റെ പട്ടടയിൽ മണ്ണിടാൻ വേണ്ടിയിട്ട് ആ ഒരു മകനെ കൊണ്ടുവരുമ്പോൾ നീതിപീഠങ്ങൾ, അതായത് നിയമങ്ങൾ, അതൊക്കെ താണ്ടിയിട്ടാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് മകനെ പൂട്ടിയിടുകയാണ് ചെയ്തത്, വിടത്തില്ല. അത്രയും വലിയ ദുഷ്ട രാക്ഷസി തന്നെയാണ് ആ സ്ത്രീ, അതായത് രജനീഷ് എന്ന് പറയുന്നവൻ്റെ ഭാര്യ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെതിരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തണം. ആരുടെ കയ്യിലാണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യിൽ വിലങ്ങ് വീഴണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴും നുണയും കള്ളവും പറഞ്ഞ്, അതായത് വളരെ മോശമായി പറഞ്ഞ് അവർക്ക് പറയാനുള്ളതൊക്കെ പറയും. ചില സ്ത്രീകൾ അങ്ങനെയാണ്, കേസ് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറഞ്ഞ് കേസ് കൊടുക്കും. ആണുങ്ങളല്ലേ, ആണുങ്ങളെ എങ്ങനെ വേണമെങ്കിലും നാറ്റിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കും. അങ്ങനെയാണ് ഇവറ്റകളുടെ ചില ആൾക്കാരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവറ്റകൾ കൊടുക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമായ കേസുകളാണ്. പക്ഷെ അതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിനും പോയിട്ട് അത് സത്യം തെളിയിക്കാനുള്ള സമയം കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആനുകൂല്യങ്ങളും അവൾക്കെതിരെയായിരിക്കും, അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നടന്നതും അത് തന്നെയാണ്. 8 വർഷമായിട്ട് വളർത്തിയ ആ ഒരു രജനീഷ് എന്ന് പറയുന്ന യുവാവ് അവൻ്റെ മകനും കൂടി കൈവിട്ടു പോയപ്പോൾ ആ മനസ്സിന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ കാമുകൻ, അതായത് ഗൾഫിലുള്ളവൻ, അവനും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളും തമ്മിൽ ഇവൻ എന്തോ ഒരു മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്, വീഡിയോ അയച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ആ ഒരു മെസ്സേജ് വന്നതിന് ശേഷമാണ് ഈ രജനീഷ് എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഒടുക്കിയത് എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ താടക രാക്ഷസിയെയും അതുപോലെ തന്നെ ആ ഒരു പിശാചിനെയും 2 പേരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടാൻ പാടില്ല. ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവനെ പൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞു. അതായത് ഈ രജനീഷ് എന്ന് പറയുന്നവൻ്റെ മരണത്തിന് കാരണക്കാരിയായ അവൻ്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും പൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് രക്ഷയില്ല. ഏത് ഗുദാവിൽ പോയി ഒളിച്ചു കഴിഞ്ഞാലും, ഏത് വിദേശത്ത് പോയി ഒളിച്ചു കഴിഞ്ഞാലും പിടിച്ചു കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിടിച്ചു കൊണ്ടുവരും. അതായത് അവിടെ എവിടെ വേണമെങ്കിൽ ഒളിച്ചോട്ടെ. ഇനി അവളെ വീട്ടിലൊന്നും അവൾക്ക് താമസിക്കാൻ കഴിയില്ല. അതായത് രജനീഷ് എന്ന് പറയുന്നവൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞ് അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള നശൂലം പിടിച്ച കുറേ സ്ത്രീകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ വിദേശത്തേക്ക് പോയിട്ട് മറ്റുള്ളവൻ്റെ കൂടെ സഹിക്കുന്ന കുറേ ചെകുത്താൻത്തിമാരുണ്ട്. അവറ്റകളോടൊക്കെ പറയുകയാണ്, ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങളുമായിട്ട് ഇനി ഇങ്ങോട്ട് വരരുത്, ഒരെണ്ണം പോലും വരരുത്. അവിടെയെല്ലാം നശിച്ചു കഴിയുമ്പോഴാണ് ചിലത് ഭർത്താവിന് ഓർമ്മ വരുന്നത്.
അങ്ങനെയൊക്കെ വരുന്ന കുറേ ടീമുകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും ആണുങ്ങളില്ലടോ, ആണുങ്ങളും ഉണ്ടാവും, പക്ഷെ പെണ്ണുങ്ങളും ഉണ്ട് കൂടെ. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും കൂടെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പല ജോലികൾക്കും വിദേശത്തേക്ക് പോവുകയും അവിടെ എത്തിയിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ പലരുടെ കൂടെയും അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ഉണ്ട്. എന്നാൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ. അതായത് ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അതായത് അവിടുത്തെ ജോലിയോ കഷ്ടപ്പാടോ ഒന്നും നോക്കാതെ അവിടെ ബാറിൽ സപ്ലൈ ചെയ്യുന്ന സ്ത്രീകൾ വരെയുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പിൽ പോകുന്നവരുമുണ്ട്. ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് എന്താണ്? അപ്പം അങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട്. അതിലൊന്ന് തന്നെയാണ് രജനീഷ് എന്ന് പറയുന്നവൻ്റെ ഭാര്യയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവൾക്കങ്ങ് പോയാൽ മതി. പക്ഷേ അവൾക്കത് മാത്രം പോരാ. അതായത് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവൻ്റെ പിന്നെയും അവൻ സന്തോഷിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് അവൻ സന്തോഷിക്കുന്നത് അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അവൾ അപ്പാടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വേറെ കല്യാണം കഴിച്ചതായിട്ട് തെളിവില്ല, അതുപോലെ തന്നെ വേറെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കുമെന്ന്. ഏതായാലും അവൾക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, കല്യാണം കഴിച്ചിട്ടുമില്ല. പക്ഷേ എന്താ, വിദേശത്ത് ഒരുമിച്ചാണ് താമസിക്കുന്നത്, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരുമിച്ചാണ് കിടക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചിട്ടില്ല. ഇപ്പം അങ്ങനെയാണല്ലോ. ഇപ്പം എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ സംഭവം. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് താമസിച്ച് കഴിഞ്ഞാലും ഇതാക്കി കഴിഞ്ഞാലും ഒന്നുമില്ല. അതേപോലെ തന്നെയാണ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോൾ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അയാളങ്ങ് മരിച്ചു. അത് മാത്രവുമല്ല, ആ ഒരു മെസ്സേജ് എന്താണ്, ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിനെ അത്രത്തോളം അലട്ടുന്ന മെസ്സേജ് തന്നെയായിരിക്കാം. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മകൻ്റെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജ് ആയിരുന്നോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. എന്തായിക്കഴിഞ്ഞാലും അവൾ ശരിക്കും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു വലിയ തെറ്റ് തന്നെയാണ്, ഒരു ക്രൂരത തന്നെയാണ്. ഒരുത്തൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു ഒറ്റ മെസ്സേജിലാണ് അവൻ്റെ ജീവൻ പോയത്. ഒരു മനുഷ്യൻ്റെ, ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ മെസ്സേജിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള പിശാചികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയേരിക്കും. ഇനി അങ്ങനെ വെറുതെ പോകാൻ കഴിയില്ല. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ തീരുകയാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രജനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് ഓരോ മലയാളിയുടെയും ചങ്കിലെ ചോരയാണെന്നാണ് ഞാൻ പറയുന്നത്. രജനീഷിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു ഇവിടെ ഒരു സമൂഹം. ഇനിയൊരു രജനീഷ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന്, അതായത് എന്ത് തോന്നിയവാസവും ഞാൻ കാണിക്കും എന്നുള്ള ചില ധാർഷ്ട്യങ്ങളുണ്ടല്ലോ, അവറ്റകളെ എന്ന് പറഞ്ഞാൽ പൂട്ടിയിടണം നമുക്ക്. ഒരിക്കലും ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് അഴിഞ്ഞാടാൻ പെടാൻ ശരിയാവില്ലല്ലോ. ഇവിടെ ഇപ്പോഴും രജനീഷ് എന്ന് പറയുന്നവന് നീതി വാങ്ങിച്ചു കൊടുത്തേ മതിയാകൂ. അതുപോലെ തന്നെ ആ കൊച്ചിനെ അവൻ്റെ അമ്മയും അച്ഛനും അവരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അതായത് ഇവളെ ഏൽപ്പിക്കരുത്. ഇനി ഇവിടെ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഇവളുടെ അടുത്തു നിന്നും ആ കൊച്ചിനെ കൊണ്ടുപോകണം. കാരണം എന്താ, ഇവൾക്കതിനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇവളുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ മറ്റു പല ചിന്തകളുമാണ്. ഇത്രയും നല്ല ദാമ്പത്യ ജീവിതം ഒരുമിച്ച്, അതായത് എത്ര വട്ടം വരെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. ആ ഒരു നന്ദി പോലും ആ സ്ത്രീ കാണിച്ചിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ട് അവൻ അവൻ എടുക്കാത്ത ജോലികളില്ല. അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എടുക്കാത്ത ജോലികളില്ല. അവളെ വീട്ടിൽ പോലും അഷ്ടിക്ക് വകയില്ലായിരുന്നു. പക്ഷെ അവൻ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ പഠിപ്പിച്ച് വലുതാക്കി. പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് അയക്കുമ്പോഴും അവൻ സ്വപ്നത്തെ പോലും കരുതിയില്ല ഇതെൻ്റെ കാലനായിട്ട് വരുമെന്ന്. നന്ദി, നമസ്കാരം. ബാക്കി കാര്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോ. ബൈ ബൈ.